السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله صلى الله عليه وسلم والعاقبة للمتقين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഒരുമിച്ച് കൂടി ഹദ്ദാദ് റാത്തീബ് പാരായണം ചെയ്തതും പള്ളികളിലും വീടുകളിലുമൊക്കെയായി ജമാഅത്തായി നമസ്കരിച്ചതും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്യുന്ന മുഴുവൻ ഹസനാത്തുകളും അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, പവിത്രമാക്കപ്പെട്ട, പുണ്യമാക്കപ്പെട്ട, ആദരിക്കപ്പെട്ട, ബഹുമാനിക്കപ്പെട്ട, ഒരുപാട് പവിത്രതകൾ നിറഞ്ഞ, ശ്രേഷ്ഠതകൾ നിറഞ്ഞ ദിനങ്ങളിലൂടെയും ദിനരാത്രങ്ങളിലൂടെയുമാണ് നമ്മളൊക്കെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് ബഹുമാനിച്ച് പുണ്യമാക്കപ്പെട്ടതായ റജബിൻ്റെ ഒന്നാമത്തെ പത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആദരവുകൾ നൽകിയ മാസമാണ് പരിശുദ്ധ റജബ് എന്ന് നമുക്കൊക്കെയും അറിയാവുന്നതാണ്. അതിനേക്കാളൊക്കെ ഉപരിയും പുണ്യങ്ങൾ നിറഞ്ഞ പുണ്യമാസങ്ങളുടെ കവാടം കൂടിയാണ് പുണ്യമാക്കപ്പെട്ടതായ പരിശുദ്ധ റജബ് എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സുകളിലുടനീളം നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, പഠിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യൽ നിർബന്ധമാക്കപ്പെട്ടതായ കർമ്മങ്ങളിലെ പ്രധാനമാക്കപ്പെട്ടതായ ഒരു അമലാണല്ലോ 5 വക്ത നമസ്കാരം എന്നുള്ളത്. ആ 5 നമസ്കാരങ്ങളുടെ ഫറലുകൾ, ഷറത്തുകൾ, സുന്നത്തുകൾ, അതുമായി ബന്ധപ്പെട്ടതായ ഹദീസുകൾ, ആയത്തുകൾ, അതിൻ്റെ ശ്രേഷ്ഠതകൾ തുടങ്ങിയതായ ഒട്ടനവധി നിരവധി കാര്യങ്ങളാണ് നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബ് മാസം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കി തന്നതായ ഈ 5 വക്ത് നമസ്കാരത്തിൻ്റെ വാർഷികം കൂടിയാണ്. നമുക്കറിയാമല്ലോ, ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുമായി നേരിട്ട് കണ്ട് മുനാജാത്ത് നടത്തി അള്ളാഹുവിൽ നിന്ന് നേരിട്ട് സമ്മാനമായി സ്വീകരിച്ചതാണ് 5 വക്ത് നമസ്കാരം. 50,000 നൽകിയത്, പിന്നീട് അത് ചുരുക്കി 5 ആക്കി. ആ 5 വക്ത് നമസ്കാരങ്ങൾ പോലും കൃത്യമായി നിർവഹിക്കാൻ, സമയബന്ധിതമായി കൊണ്ട് നിർവഹിക്കാൻ നമ്മളെ കൊണ്ട് സാധ്യമാകുന്നില്ല. അതല്ലെങ്കിൽ എത്രയോ ഭാരമേറിയ ജോലി ചെയ്യുന്നവരാണ്, ഭാരമേറിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവരാണ് നമ്മൾ. പക്ഷെ അതിനേക്കാൾ നമുക്ക് ഭാരമായി തോന്നുന്നത് കേവലം 4-5 മിനിറ്റോ ഒരു വക്ത് നമസ്കരിക്കാൻ നമുക്ക് സമയമുള്ളൂ. പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് നമ്മളതങ്ങ് സമയമൊന്ന് പാഴാക്കി കളയുകയാണ്. എന്തേ അതിനുള്ള കാരണം? നിസ്കാരം നിർബന്ധമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, അതിലാർക്കും സംശയമില്ല. പക്ഷെ അതിൻ്റെ ഗൗരവം അത് നമ്മൾ നമുക്കറിയാം, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ആ നിസ്കാരം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ, ആ നിസ്കാരം ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ എന്താണ് അതുകൊണ്ടുള്ള ഭവിഷ്യത്ത്, അത് കൃത്യമായി നിർവഹിച്ചാൽ അതുകൊണ്ടുള്ള നേട്ടം എന്താണ് എന്നതിനെ കുറിച്ച് നമ്മളൊക്കെയും ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ക്ലാസ് നമ്മൾ നിർത്തിയത് തന്നെ മഹാരഥന്മാരായ സലഫു സ്വാലിഹീങ്ങളായ പണ്ഡിത മഹത്തുക്കൾ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. നിസ്കരിച്ചാൽ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. നിസ്കരിക്കാത്തവർക്ക് അനുഭവിക്കേണ്ടി വന്ന 15 ശിക്ഷകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതൊക്കെയും ഒരു വാചാലത കൊണ്ട് മാത്രം നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. പക്ഷേ ഇതിൽ നിന്നൊക്കെയും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞാനും നിങ്ങളും നമ്മുടെ മക്കളുമൊക്കെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഏത് തിരക്കിനിടയിലും ഏത് പ്രതിസന്ധികൾക്കിടയിലും ആ നമസ്കാരം നിർവഹിക്കാൻ നമ്മൾ സന്നദ്ധരായിരിക്കണം. ഇല്ലെങ്കിൽ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ എത്തുമ്പോൾ നമ്മളോട് ആദ്യമായി ചോദിക്കപ്പെടും നിസ്കാരത്തെക്കുറിച്ചല്ലേ. നിസ്കാരത്തെക്കുറിച്ച് മറുപടി പറയാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്ക് കോടിക്കണക്കിന് രൂപ നമ്മൾ സംഭാവന നൽകിക്കുന്നത് പറയുന്നൊരു കാര്യമുണ്ടോ?
അതല്ലെങ്കിൽ ഒരുപാട് അസന്നക്ക് സഹായമായിട്ടുണ്ടെന്ന് പറഞ്ഞത് കാര്യമുണ്ടോ? നാടിനും വീടിനും വീട്ടുകാർക്കും നാട്ടുകാർക്കുമൊക്കെയും ഉപകാരിയായിരുന്നു ഞാനെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? ഒരുപാട് സ്വതകൾ നൽകി, സുന്നത്ത് നോമ്പുകൾ എടുത്തു, ഖുർആൻ പാരായണം, ദിക്ർ സലാത്തുകൾ ചൊല്ലി, ഒരുപാട് ദിക്ർ മജ്ലിസുകൾ പങ്കെടുത്തു, ഓഫ്ലൈനായിട്ടും അത് ഓൺലൈനായിട്ടും പങ്കെടുത്തു. പക്ഷെ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ മറ്റെല്ലാം വെറുതെയായി പോകുന്ന സാഹചര്യമല്ലേ നമുക്കുള്ളത്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഹദീസിന്റെ തുടർച്ചയായിക്കൊണ്ട് ഞാൻ പറയട്ടെ. മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്, അമ്മല്ലതി തുസീബുഹു വഫി റിവായത്തിൽ, മറ്റൊരു റിവായത്തിൽ ഫഇന്നഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലുണ്ടല്ലോ ഈ നിസ്കാരം ഉപേക്ഷിക്കുന്ന, നിസ്കാരത്തെ കാര്യത്തിൽ ഗൗരവം കാണിക്കാത്ത, അങ്ങനെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ നിസ്കാരം ഒഴിവാക്കുന്ന ആളുകളെ ഖിയാമത്ത് നാളിൽ അവർ മഹ്ശറിലേക്ക് വരുന്നൊരു വരവുണ്ട്. എങ്ങനെയാണ് അവർ വരിക എന്നറിയുമോ? അലാ വജ്ഹി സലാസതു അസ്തുരി മക്തൂബാത്ത്, അവരുടെ നെറ്റിത്തടത്തിൽ, അവരുടെ മുഖത്തിൽ 3 വരികൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. മേലാറ്റൂർ അങ്ങാടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ പോകുമ്പോ ആ മേലാറ്റൂർ സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് നമ്മുടെ നെറ്റിമേതി വെച്ചുകൊണ്ട് കരിമ്പൊട്ടൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ കരിമ്പൊട്ടൻ എന്ന ബോർഡ് വെച്ചിട്ട് ആ അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് വല്ല ലജ്ജയും തോന്നുമോ? വല്ല വശത്തരവും തോന്നുമോ? പോകുന്നവരും വരുന്നവരും ഒക്കെ വായിക്കുന്നു. നമ്മൾ മുഖത്ത് നോക്കിയിട്ട് കരിമ്പൊട്ടൻ പുഞ്ചിരിച്ചു പോകുന്നു. നമ്മളപ്പോൾ ആഹ്ലാദിക്കുകയാണോ ചെയ്യുക? അതല്ല നമ്മളെ ലഭ്യരാവുകയാണ് ചെയ്യുക, വഷളാവുകയാണോ ചെയ്യുക? ഇനി മേലാറ്റൂർ വേണ്ട, നമ്മൾ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഒരു കുട്ടിനെ വിളിച്ചിട്ട് ആ കുട്ടിയെ അവഹേളിച്ചു കഴിഞ്ഞാൽ ആ അവഹേളനം സഹിക്കാൻ നമുക്ക് കഴിയുമോ? എന്നാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെ ഖിയാമത്ത് നാൾ വരെ ഏതെല്ലാം മനുഷ്യർ, ഏതെല്ലാം ജീവജാലങ്ങൾ ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ടോ അവരെയൊക്കെയും ഒത്തൊരുമിച്ച് കൂട്ടുന്ന സദസ്സല്ലയോ മഹ്ശറാവൻ സഭ എന്ന് പറയുന്നത്. ആ ഖിയാമത്ത് നാളിൽ നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾ, നിസ്കാരം നഷ്ടപ്പെടുത്തിയതായ ആളുകൾ, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗൗരവം കാണിക്കാത്ത ആളുകൾ വരുമ്പോ അവരെ മുൻമുഖത്ത്, അവരുടെ നെറ്റിത്തടത്തില് 3 വരികൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാകും. എന്താണ് ഒന്നാമത്തെ വരിയുള്ളത്? സത്തുറുൽ അവ്വലു മാ യുളയ്യുൽ ഹഖില്ല, അതാ വരുന്നു അള്ളാഹുവിന്റെ അവകാശങ്ങളെ ഗൗനിക്കാത്തവനാണ് ആ വരുന്നത്. അള്ളാഹുവിന്റെ ഹക്ക് നഷ്ടപ്പെടുത്തിയവനെ എന്ന വാക്കാണ് ഒന്നാമത്തെ വാക്ക്. അള്ളാഹു നൽകിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയവനെ, യാ മുളയ്യൽ ഹഖില്ല, അള്ളാഹുവിന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയവനെ. രണ്ടാമത്തെ വരിയിലോ യാ മഖ്സൂസൻ ബിഗളബില്ലാഹ്, അല്ലാഹുവിന്റെ കോപം കൊണ്ട് കോപപാത്രം നേടിയവനെ, കോപം കരസ്ഥമാക്കിയവനെ, അല്ലാഹുവിന്റെ ഈറ, അല്ലാഹുവിന്റെ ദേഷ്യം കരസ്ഥമാക്കിയവനെ എന്നാണ് രണ്ടാമത്തെ വരിയിലുള്ളത്. മൂന്നാമത്തെ വരിയിലോ ലയ്യഖല്ലാഹു ഖമാ ലയ്യഅത ഫിദ്ദുനിയാ ഹഖില്ലാഹ്, ദുനിയാവിൽ അള്ളാഹുവിന്റെ ഹക്കിനെ നീ നഷ്ടപ്പെടുത്തിയതുപോലെ അള്ളാഹു നിന്നെയും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്ലക്കാർഡ് പിടിച്ചിട്ട്, ഈ 3 വരി നമ്മുടെ ശരീരമുഖത്ത് എഴുതിയിട്ടോ ഇതും പിടിച്ചിട്ടാണ് നമ്മൾ മഹ്ശറിലേക്ക് വരിക എന്ന് മഹാത്മ പഠിപ്പിക്കുകയാണ്. നീ നിരാശനാവുക, അൽയൗമ ഇന്നീ ഖിയാമത്ത് നാൾ ദിവസത്തിൽ നീ നിരാശനാവുക. അൻത മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന്, അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് ഇന്ന് നീ നിരാശനായിക്കോ എന്ന് പറയുന്ന ഈ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ടായിരിക്കണം ഖിയാമത്ത് നാൾ അവൻ വരിക എന്ന് സലഫ് സ്വാലിഹീങ്ങളായ പണ്ഡിത മഹത്തുക്കൾ നമ്മെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഖിയാമത്ത് നാൾ വരുമ്പോ ഇങ്ങനെ നിരാശനായിക്കൊണ്ടോ, ഖിയാമത്ത് നാൾ അല്ലാഹുവിന്റെ കോടതിയിലെത്തുമ്പോ എല്ലാ മനുഷ്യന്മാരും അവിടെയുണ്ടോ ഈ രീതിയിൽ ഇതെല്ലാം നഷ്ടപ്പെടുത്തിയെന്ന ഈ ബോർഡും പിടിച്ചു കൊണ്ടുവരാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതല്ല നൂറ് വേണോ, ബുർഹാന് വേണോ, തേജസ് വേണോ, അടയാളങ്ങൾ വേണോ? അത് വേണമെന്നും നിസ്കാരം നമ്മൾ നിർവഹിച്ചേ പറ്റൂ. മറ്റൊരു റിവായത്തിൽ കാണാം, നോക്കൂ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അന്നഫി ജഹന്നമ, ജഹന്നമെന്ന കത്തിജ്വലിക്കുന്ന നരകക്കുണ്ടിലുണ്ടോ? തീർച്ചയായും നരകമുണ്ടല്ലോ. ആ നരകത്തിലുണ്ട് വാദിയും ഒരു ചെരിവുണ്ടോ.
എന്താണ് ആ ചെരുവിന്റെ പേരെന്നറിയുമോ? യുഖാലു ലഹു ലംലം. ലംലം എന്ന് പറയുന്ന ഒരു ചെരുവ് നരകത്തിലുണ്ട്, ഒരു താഴ്വര. എന്താ അതിന്റെ താഴ്വര പ്രത്യേകത എന്നറിയുമോ? ഫീഹി, ആ താഴ്വരയിലുണ്ട് ഹയ്യാത്തുൻ, ഒരുപാട് പാമ്പുകളുണ്ട്. ചില്ലറ പാമ്പുകളല്ല, മറിച്ചോ കുല്ലു ഹയ്യത്തിൻ യുസ്ഖിനു റഖബത്തൽ ബഈരി, ഒട്ടകത്തിന്റെ കഴുത്തുപോലെ നല്ല ഉരുണ്ട, നല്ല കനമുള്ള, ഭാരമുള്ള വലിയ വലിയ പാമ്പുകളുള്ള ഒരു താഴ്വരയാണ്. നമ്മൾ അനാക്കോണ്ട എന്നൊക്കെ പറയില്ലേ, അതേപോലത്തെ വലിയ വലിയ പാമ്പുകളുണ്ട്. മാത്രമല്ല തൂലുഹാ, അതിന് നീളം എത്രയാണെന്നറിയുമോ? മസീറത്തു ശഹരി, ഒരു മാസത്തെ വഴി ദൂരമുണ്ട്. ഇപ്പൊ മുനവ്വർ ഇവിടെ നടന്നു തുടങ്ങാണ്. ഒരു മാസം നിൽക്കാതെ നടന്നാൽ എവിടെയാണോ എത്തുക? അത്രയും വഴി ദൂരമുണ്ട്. അതിൽ ഒരു പാമ്പിന്റെ നീളം. ഇത്രയ്ക്കും വിഷപ്പാമ്പുകളാണ് നരകത്തിലുള്ളത്. എന്നിട്ടോ അത് കൊത്തും. ആരെ? താരിക സ്വലാൻ, നിസ്കാരം ഉപേക്ഷിച്ചവരാരാണോ അവനെ ആ പാമ്പ് കൊത്തും. അങ്ങനെ കൊത്തും എന്താ സംഭവിക്കുക? അവന്റെ ശരീരത്തിൽ ആ പാമ്പിന്റെ വിഷമുണ്ടല്ലോ തിളച്ച് മറിയാൻ തുടങ്ങും. നരകം മുഴുവനും തീയിനാലാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നരകത്തിൽ ഒരുപാട് തീ ആളി കത്തുകയാണ്. അതിലാണ് നിസ്കരിച്ചാത്തോണ്ട് ലഗ്നം എന്ന് പറയുന്ന താഴ്വരയിലാണുള്ളത്. എന്നിട്ടോ അവിടെ ഈ പാമ്പ് നമ്മുടെ ശരീരത്തിൽ കൊത്തുമ്പോ നമ്മുടെ ശരീരം മുഴുവനും ഇങ്ങോട്ടോ തിളച്ച് മറിയാൻ തുടങ്ങും. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 3 ദിവസമല്ല, മഹാരഥന്മാർ രേഖപ്പെടുത്തുകയാണ് 70 വർഷം. 70 വർഷം ഈ ശിക്ഷ ഇങ്ങനെ അവനേറ്റുകൊണ്ടേയിരിക്കണം. അങ്ങനെയുണ്ടല്ലോ. അവന്റെ ശരീരത്തിൽ നിന്ന് അവന്റെ മാംസങ്ങളുണ്ടല്ലോ ഉതിർന്നിങ്ങനെ വീഴും. ആര്? വീട്ടിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയൊക്കെ പോരും, പള്ളിക്ക് എത്തൂല. അങ്ങനത്തെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മളെല്ലാം പെടൂലല്ലോ. അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. ജമാഅത്തിനൊന്നെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവരുടെ ശിക്ഷയാണ് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. വളരെ ഗൗരവമുള്ള കാര്യമാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ അവസരം നൽകിയിട്ടുണ്ടല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഇബാദത്തുകളിൽ എല്ലാത്തിനും ഉപാധികളുണ്ട്. പക്ഷെ നിസ്കാരത്തിൽ മാത്രം ഉപാധിയില്ല. ശരീരത്തിൽ ജീവനുണ്ടോ, ബുദ്ധിയുണ്ടോ, അവൻ നിസ്കരിക്കാൻ ബുദ്ധിയുണ്ടോ, അവൻ നിസ്കാരം നിർബന്ധമാണ്. ബുദ്ധി നിലനിന്നാൽ പിന്നെ അവർക്ക് ബോധമില്ലല്ലോ. ബോധശയം ഉണ്ടായ നിസ്കാരം നിർബന്ധമില്ല. അത്രയും കാലം നിസ്കാരം നിർബന്ധമാണ്. എത്രടക്കം പറയുന്നു അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മളൊരു വഴിയിലൂടെ ഒരു വാഹനത്തിൽ ഇങ്ങനെ യാത്ര പോയി ആക്സിഡന്റായി നമ്മുടെ ശരീരത്തിന്റെ താഴ്ഭാഗം മുഴുവനും ചതഞ്ഞരഞ്ഞു പോയി. മുകളിലേക്ക് മാത്രമേ നമ്മൾ ബാലൻസ് ഉള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മൾ ചികിത്സ കിടക്കുകയാണ്. അപ്പോഴും നമുക്ക് വേറെ ഒന്നും നമുക്ക് നിർബന്ധമില്ല. എന്ത് നിർബന്ധമാണ്? നിസ്കാരം നിർബന്ധം. അത് നമുക്ക് ഉപാധി പറഞ്ഞിട്ടുണ്ട്. ഫർദ് നിസ്കാരം നിന്ന് നിസ്കരിക്കാൻ കഴിയുന്നവൻ നിന്ന് നിസ്കരിക്കണം. അതിന് കഴിയാത്തവനോ ഇരുന്ന് നിസ്കരിക്കണം. അതിന് കഴിയാത്തവനോ വലതു ഭാഗത്ത് ചെരിഞ്ഞിരുന്ന് നിസ്കരിക്കണം. അതിനും കഴിയാത്തവനോ മലർന്നു കിടക്കണം. ഇനി ഇടത്തുഭാഗത്ത് കഴിയുമോ? എങ്ങനെ ചെയ്യണം? ഞാനൊന്നും കഴിയില്ലെങ്കിലോ അവൻ എൻ്റെ കണ്ണുകൊണ്ട് ആണിങ്ങാൻ നിസ്കരിക്കണം. അതിനും കയ്യിൽ ഓർമ്മയുണ്ടോ? ആ ഓർമ്മയിൽ നിസ്കരിക്കണം. നിസ്കാരം ഉപേക്ഷിക്കാൻ ഒരു ഉപാധിയില്ല. ഒരു ചരിത്രം പറഞ്ഞിട്ട് ഒരിക്കലുണ്ടല്ലോ, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ബനു ഇസ്രായേലിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണുണ്ടല്ലോ വളരെ നീചമായി നടക്കുന്നൊരു പെണ്ണായിരുന്നു. മറ്റുള്ളവർക്ക് വേശ്യയായൊരു പെണ്ണായിരുന്നു. വ്യഭിചാരനിഷ്ഠിതമായൊരു പെണ്ണായിരുന്നു. ഒരിക്കൽ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിൽ വന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, യാ നബി അദ്നബതു ദംബൻ അദീമാ, പ്രവാചകരെ, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തവളാണ്, മഹാപാപം ചെയ്തവളാണ്. വഖദ് തുബ്തു ഇലല്ലാഹി തആല,
ഞാൻ അല്ലാഹുവിലേക്ക് ഏതിച്ചു മടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഫദഇല്ലാഹ അൻ യഗ്ഫിറ ലിയ ദംബി വയതൂബ അലയ്യ. എന്റെ ദോഷം പൊറുക്കാൻ, എന്റെ ശോഭശീലിക്കാൻ അങ്ങ് ദുആ ചെയ്യണമെന്ന അഭ്യർത്ഥനയുമായിട്ടാണ് ആ പെണ്ണ് വന്നത്. ഉടനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, വമാ ദംബുകി, പെണ്ണെ നീ ചെയ്ത കുറ്റം എന്താണെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞു, യാ നബി അല്ലാഹുവിന്റെ പ്രവാചകരെ, സനൈതു, ഞാൻ വ്യഭിചരിച്ചു, മറിച്ചോ വലത്തു, അങ്ങനെ എനിക്കൊരു മകനുണ്ടായി, ഞാൻ പ്രസവിക്കുകയും ചെയ്തു, വലതൻ, ആ എന്റെ അപമാന ഭാരത്താൽ ഞാൻ ആ കുട്ടിയെ കൊല്ലുകയും ചെയ്തു. വ്യഭിചരിച്ചു എന്ന് മാത്രമല്ല, വ്യഭിചരിച്ചുണ്ടായ ചാരസന്തതിയെ ഞാൻ കൊല്ലുകയും ചെയ്തു. ഇതങ്ങ് കേട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചാടിയണി ചൂടായി. തമ്മാടിച്ചി പോടി അവിടുന്ന്, അട്ടിവിട്ടു. ആകാശത്ത് നിന്ന് നീ വന്ന ഒറ്റക്കാരനും കൊണ്ട് ഇവിടെ തീമഴ വർഷിക്കും, ഞങ്ങൾക്ക് കത്തിച്ചാമ്പലായി പോകും, അത്ര വലിയ പാപിയാണ് നീ, ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് ആട്ടിവിട്ടു. ആ പെണ്ണ് ഫഖറജത്, അവിടെ നിന്ന് പുറപ്പെടുകയാണ്. മിൻ അൻദിഹി മുൻകസിറത്തുൽ ഖൽബി, ഹൃദയം പൊട്ടിയ വേദനയുമായിട്ട് മൂസാ നബിയുടെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഈ സമയമാണ് ഫനസല ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ ഇറങ്ങി വരികയാണ്. എന്നിട്ട് ചോദിച്ചു, യാ മൂസാ, മൂസാ നബിയേ, അൽ റബ്ബു തആല യഖൂലു ലക, റബ്ബ് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചതാണ്. എന്താണ് ചോദ്യം എന്നറിയുമോ? ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ പക്ഷാത്തപിച്ച് വന്ന ഒരു പെണ്ണിനെയാണോ നിങ്ങൾ ആട്ടി ഓടിച്ചത്? അതിനേക്കാൾ വലിയ പാപം ചെയ്യുന്നവർ നിങ്ങളെ സമുദായത്തിലില്ലേ, നിങ്ങളെ കൂട്ടത്തിലില്ലേ? അതിനേക്കാൾ വലിയ പാപം ചെയ്യുന്നവരില്ലേ എന്ന് ചോദിച്ചപ്പോ മൂസാ നബി ജിബ്രീലിനോട് ചോദ്യമാണ്, യാ ജിബ്രീൽ വമിൻ ശർരി മിൻഹാ, ഇതിനേക്കാൾ വലിയ പാപമോ? വ്യഭിചരിച്ചു എന്ന് മാത്രല്ല, വ്യഭിചരിച്ചുണ്ടായ കുട്ടിയെ ഒരു ദയാദാക്ഷിണ്യമില്ലാതെ ഞെരിച്ചു കൊന്ന അവളെക്കാൾ വലിയ പാപം ചെയ്തവരോ എന്ന് ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് മൂസാ നബിയോട് പറയുകയാണ്, മയ്യതുറുക്കു സ്വലാത ആമിദൻ മുതഅമ്മിദാ, മനഃപൂർവം നിസ്കാരം ഉപേക്ഷിക്കുന്നവർ ഇവരെക്കാൾ വലിയ പാപിയല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്. ചിന്തിക്കണം നമ്മൾ. വ്യഭിചാരത്തെക്കാൾ വലിയ പാപമാണെന്ന, വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ മോശമുള്ള കാര്യമില്ലേ, വളരെ തെറ്റായ കാര്യമല്ലേ? വ്യഭിചരിച്ചുണ്ടായ കുട്ടിയെ കൊല്ലുക എന്നുള്ളതോ, ഒരു സ്വന്തം മകനെ ഞെരിച്ചു കൊന്നു, എന്തിന്റെ പേരിൽ? അപമാനഭാരത്താൽ. അതിനേക്കാൾ വലിയ പാപമാണ് ഇത്, ഒരു വക്ത് നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുക എന്നത്. വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ട വിഷയമാണ്, വളരെ ഗൗരവത്തോടുകൂടി എടുക്കേണ്ട വിഷയമാണ്. മാത്രമല്ല നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ദീനിലൊരു സ്ഥാനവുമില്ല. അവൻ മുഅ്മിൻ എന്ന് പറയാൻ കഴിയൂല, അവൻ മുസ്ലിം എന്ന് പറയാൻ കഴിയൂല, അവൻ കാഫിറാണെന്ന കാഫിറിന്റെ സ്ഥാനത്താണ് അവനെന്നാണ്. നിസ്കരിക്കാതെ മുഅ്മിനിന്റെ പേര് വെച്ച് മറന്നാൽ മാത്രം മുസ്ലിം ആകൂല. ഒരുപാട് സഹാബ, വിധങ്ങളടക്കം ഒരുപാട് സഹാബകളും താബീങ്ങളും ഉലമാക്കളും അടങ്ങുന്ന ഒരുപാട് ആളുകൾ ഈ വിഷയത്തിൽ ഐക്യകണ്ഠേന പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ അഹ്മദ് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു അവരുടെ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, മൻ ഹാഫള അലസ്സലവാത്ത്, നിസ്കാരത്തിന്റെ മേൽ ശ്രദ്ധ പുലർത്തുന്ന ആളുകൾ, കാനത്ത് അവർക്കുണ്ടാകും ലഹു നൂറൻ, ഒരു പ്രകാശമുണ്ട്, ബുർഹാൻ ഒരു തെളിവുണ്ട്, രേഖയുണ്ട്, അടയാളമുണ്ട്, വനജാതൻ അവർക്കൊരു രക്ഷയുമുണ്ട്. യൗമുൽ ഖിയാമ, ഖിയാമെന്നാൽ അവർക്കത് പ്രകാശമാണ്, രേഖയാണ്, അടയാളമാണ്, രക്ഷയാണ്. 5 വക്ത് നമസ്കാരം എന്നുള്ളത്. വമല്ലം യുഹാഫിദ് അലൈഹാ,
അതിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിലോ ലം യകുൽ ലഹു നൂറുൻ, അവനക്കൊരു പ്രഭയില്ല, പ്രകാശമില്ല, വലാ ബുർഹാനുൻ, തെളിവുമില്ല, അടയാളമില്ല, രേഖയില്ല, വലാ നജാത്തുൻ, രക്ഷയുമില്ല. വകാന യൗമൽ ഖിയാമ, നിസ്കാരം ഉപേക്ഷിക്കുന്നവന് ഖിയാമത്ത് നാളിലായിരിക്കും മഅ ഖാറൂന വഫിർഔന വഹാമാന വഉബൈ ഇബ്നു ഖലഫി. അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചതായ ഏറ്റവും വലിയ ധിക്കാരികളായ ഖാറൂന്റെ കൂടെയായിരിക്കും അവൻ, ഫിർഔന്റെ കൂടെയായിരിക്കും അവൻ, ഹാമാന്റെ കൂടെയായിരിക്കും അവൻ, ഉബൈ ഇബ്നു ഖലഫിന്റെ കൂടെയായിരിക്കുമെന്നോ മഹാത്മ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിസ്കാരത്തിന് അത് ശ്രദ്ധ വേണം. നിസ്കാരത്തിന് ശ്രദ്ധ ഉണ്ടായേ പറ്റൂ. നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു തൊഴിലും നമുക്ക് വേണ്ട. നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനവും നമുക്ക് വേണ്ട. നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷവും നമുക്ക് വേണ്ട. നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഫംഗ്ഷനും ഞാനില്ല എന്ന തീരുമാനമായിരിക്കണം ആദ്യം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ മക്കളിലേക്ക് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ല നമ്മളൊന്നും ചെയ്യാതെ മക്കളോട് ഇങ്ങനെ പള്ളിയിൽ പോയി എന്നുള്ള കാര്യമില്ല. നമുക്ക് ഒരുപാട് മക്കളുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ കൈ പിടിച്ച് നമ്മുടെ മക്കളെ കൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോൾ ആ കുട്ടി പള്ളിയിലൊരു ഒച്ചപ്പാടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. മറ്റൊരു പറഞ്ഞാൽ അത് പിന്നെ അത് പല പ്രശ്നങ്ങളും ഉണ്ടാവുക. നന്മക്ക് വേണ്ടിയാ പറയുണ്ടാവുക. കുട്ടികൾ പണിതാട്ടുമ്പോൾ ആ കുട്ടി അവരോട് എന്താണ് പള്ളിക്കെല്ലാം നിർത്താനുണ്ടാവുക. കുട്ടികളല്ലേ, ചെറിയ ചെറിയ പാകപ്പിഴകളൊക്കെ സംഭവിക്കും. നമ്മൾ സംഭവിക്കുന്നില്ലേ പിന്നില്ല കുട്ടികൾ. അപ്പോൾ നിസ്കാരത്തിന് കാലത്ത് ശ്രദ്ധ പുലർത്താൻ, പ്രത്യേകിച്ച് വെക്കേഷനൊക്കെ ആയിട്ട് പള്ളിയിൽ വരുന്ന എത്ര മക്കളുണ്ട്, പള്ളിയിലേക്ക് പറഞ്ഞേക്കുന്ന എത്ര രക്ഷിതാക്കളുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം നമുക്ക് തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കും. എന്തേ നമുക്കിതിന് കഴിയാത്തത്? നമ്മുടെ മക്കൾ സന്തോഷത്തിന് വേണ്ടി ഏത് മഴയത്തും വെയിലത്തും ജോലി ചെയ്യാൻ നമ്മൾ സന്നദ്ധരാകുന്നില്ലേ? എത്ര വലിയ ഭാരമുള്ള ജോലിയാണെങ്കിലും അധ്വാനിക്കുന്നില്ലേ? എത്ര വലിയ ക്ഷീണമുണ്ടെങ്കിലും പരിശുദ്ധ റമദാനിൽ നോമ്പ് നോറ്റുകൊണ്ട് വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ഉപ്പമാർ നമ്മുടെ കൂട്ടത്തിലില്ലേ? എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്നത്? നമ്മുടെ മക്കളെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി. ആ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നിസ്കാരത്തിന് നമ്മൾ ശ്രദ്ധ പുലർത്തിയിട്ടില്ലെങ്കിൽ നാളെ ആഖിറത്തിലെത്തുമ്പോൾ ഹാമാന്റെ കൂടെ, ഫിർഔന്റെ കൂടെ, ഉബൈ ഇബ്നു ഖലഫിന്റെ കൂടെ നമ്മൾ നിൽക്കേണ്ടി വരും. അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. നോക്കൂ നിങ്ങൾ, മുസ്ലിം, അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജാ തുടങ്ങിയ മഹാരഥന്മാരായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ പരിശോധിച്ചാൽ കാണാം, ബൈനർ റജുലു, ഒരു നല്ല മനുഷ്യനും, വബൈനൽ കുഫ്രി, ഒരു അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം തർക്കുസ്സലാത്ത്. നല്ല മനുഷ്യൻ നിസ്കരിക്കും, കുഫറുള്ളവൻ നിസ്കരിക്കൂല. വബൈനൽ കുഫ്രി, ഒരു കുഫറുള്ളവനും ഈമാനും തമ്മിലുള്ള വ്യത്യാസം എന്താ? തർക്കുസ്സലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കലാണ്. വബൈനൽ അബ്ദി, ഒരു അടിമയും കുഫറും തമ്മിലുള്ള വ്യത്യാസം തർക്കുസ്സലാത്ത്, നിസ്കാരം ഉപേക്ഷിക്കലാണ്. ഇതിനൊക്കെയും വ്യത്യാസങ്ങൾ നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി നിരവധി ഹദീസുകൾ കാണാം. എല്ലാത്തിനും മഹാന്മാരുടെ പേര് ഞാൻ വായിക്കണില്ല. അല്ലഹദു, ഇതൊരു കരാറാണ്. അല്ലദീ, എങ്ങനത്തെ കരാറാണ്? ബൈനന, അവർക്കിടയിലും, വബൈനഹും, നമുക്കിടയിലുമുള്ള കരാറാണ് നിസ്കാരം എന്നുള്ളത്. വമൻ തറകഹ, ആ കരാർ ആരെങ്കിലും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഫഖദ് കഫറ, അവൻ കാഫിറാണ്, അവൻ അവിശ്വാസിയാണ്, ഇസ്ലാമിൽ സ്ഥാനമില്ല. മാത്രമല്ല, മൻ തറക സ്വലാത്തൻ, നിസ്കാരം ഉപേക്ഷിക്കുന്ന ഒരുത്തൻ, മുതഅമ്മിദൻ, മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ, കഫറ ജിഹാറ, അവൻ പരസ്യമായ കാഫിറാണ്. പേര് ചിലപ്പോൾ നാസർ, ഉസ്മാൻ, സുലൈമാനൊക്കെ തന്നെയായിരിക്കും, പക്ഷേ അവൻ പരസ്യമായ കാഫിറാണെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഉറൽ ഇസ്ലാം, ഇസ്ലാമിന് 5 സ്തംഭങ്ങളുണ്ടല്ലോ, അതിൽ 3 3 ഇസ്ലാമിന്റെ തൂണാണ്. ഉസ്സിസൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അടിത്തറയാണ്. ഇതൊക്കെയാണ് 3. മൻ, ഒരുത്തൻ, തറക, ഈ 3 നിന്ന് ഏതെങ്കിലും ഒന്നിനെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഫഹുവ കാഫിറുൻ, അവൻ കാഫിറാണ്. മാത്രമല്ല ഹലാലുദ്ദമി, അവനോട് യുദ്ധം ചെയ്ത് അവനോട് തല്ലുകൂടിയിട്ട് മരിച്ചതിനും കുറ്റം പോലുമില്ല. ആർക്കും ഈ 3 കാര്യം ഉപേക്ഷിച്ചാൽ. നമ്മുടെ ഇന്ത്യരാജ്യമാണ് കേട്ടോ, ഇസ്ലാമിൻ്റെ നിയമം പറഞ്ഞു മാത്രമേ. നമ്മുടെ രാജ്യത്ത് അങ്ങനെ രാജ്യത്തൊരു നിയമം ഉണ്ടാകുമ്പോൾ ആ നിയമത്തിനപ്പുറം നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്തിനാ നിങ്ങൾ ആക്കിയത്? നിസ്കരിച്ചില്ല, അപ്പോൾ വാർത്തകൾ വെട്ടി, അവിടെ പറ്റില്ല.
അതിന് ഒരുപാട് ബാധ്യതകളുണ്ട്. ആരാണ് ചെയ്യേണ്ടത്, ആരാണ് നിർവഹിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇസ്ലാമികപരമായ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒന്നാമത്തെ കാര്യം ഷഹാദത്തു അല്ലാ ഇലാഹ, അല്ലാഹുവിന് ഏകനായ അല്ലാഹുവാണ് എൻ്റെ ഇലാഹി എന്ന് സാക്ഷ്യം വഹിക്കലാണ്. ഇതില്ലാത്തവൻ മുസ്ലിമല്ല. മറിച്ച് വസ്സലാത്തുൽ മക്തൂബ, 5 നിസ്കാരമാണ്, അതില്ലാത്തവൻ മുസ്ലിമല്ല. വസൗമ റമദാൻ, റമദാൻ മാസം നോമ്പ് തുറക്കലാണ്, അതില്ലാത്തവൻ നിസ്കാരം മുസ്ലിമല്ല. ഇത് 3 ഇസ്ലാമിന്റെ ഉസ്സിസ, അടിത്തറയാണെന്ന് നമ്മുടെ മർഹാരത നമ്മൾ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല മൻ തറക വാഹിദൻ മിൻഹുന്ന, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇതിൽ നിന്ന് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ഫഹുവ ബില്ലാഹി കാഫിറുൻ, അവൻ അല്ലാഹുവിനെ കൊണ്ട് കാഫിറായവനാണ്. വലാ യുഖ്ബലു മിൻഹു, അവനെ സ്വീകരിക്കില്ല. സർഫുൻ, ഒരു ഇടപാടും, വലാ അദ്ലുൻ, അവനോട് നീതിയില്ല. വഖദ് ഹല്ല ദമുഹു വമാലുഹു, അവന്റെ രക്തവും അവന്റെ സമ്പത്തും ഹലാലാണ്. അതിന് പൂർണ്ണമായ അർത്ഥം പറഞ്ഞ തീവ്രവാദമായി പോകും. അത്രക്കും ഗൗരവമുള്ള വിഷയമാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് മഹാരഥന്മാർ അവരൊക്കെയും പറയുന്നു വമല്ലം യുസല്ലി ഫഹുവ കാഫിർ, മൻ തറക സ്വലാത വഖദ് കഫർ, അൻ താരിക സ്വലാത്തി കാഫിർ. ഇങ്ങനെ തുടങ്ങി എല്ലാത്തിനും മൻ തറക സ്വലാത വാഹിദൻ ഹത്താ യഖ്റുജ വഖ്തുഹാ ഫഹുവ കാഫിറുൻ മുർത്തദ്ദുൻ, അവൻ മുർത്തദ്ദാണ്, കാഫിറാണ്. ഇവരൊക്കെയും പറയുന്നതിന്റെ വൽഹാസിൽ എന്താ? നിസ്കാരല്ലേ ഒരു ഇസ്ലാമിന്റെ സ്ഥാനമില്ല. നിസ്കാരമുണ്ടോ ഇസ്ലാമിന്റെ സ്ഥാനമുണ്ടോ? ഇത് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമല്ല, ഖാല ജമാഅത്തു മിന സ്വഹാബ, സ്വഹാബാക്കൾ മുഴുവനും ഇതിൽ ഏകകണ്ഠ അഭിപ്രായക്കാരാണ്. വതാബിഈന, താബിഈങ്ങളും, വമൻ ബഅദഹും, അവർക്ക് ശേഷമുള്ളവരും ഒക്കെയും എല്ലാവരും രേഖപ്പെടുത്തിയത് എന്താ? ബികുഫ്രി താരിഖി സ്വലാത്തി, നിസ്കാരം ഉപേക്ഷിക്കൽ, കുഫ്ർ കൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കൽ. വഇബാഹതു ബിഹി മിൻഹും, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു, വമുആദ് ഇബ്നു ജബർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ദർദാ റളിയല്ലാഹു അൻഹു, ജാബിർ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹും, വമിൻ ഗൈരി സ്വഹാബ, ഇവരല്ലാത്ത സ്വഹാബികളും. ഇനിയോ അഹ്മദ് ഹംബൽ റഹ്മത്തുള്ളാഹി, വഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റളിയല്ലാഹു അൻഹു, വഅബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു അൻഹു, വനഖി വൽഹാകിം ഇബ്നു ഉനൈൻ, വഅയ്യൂബ് സഖ്തിയാനി, വഅബൂ ദാവൂദ ത്വയാലിസി, വഅബൂ ബക്കർ ഇബ്നു അബീ ശൈബ, വസുഹൈർ ഇബ്നു ഹർബ്, വഅബ്ദ് ഇബ്നു ഹുവൈൻ വഗൈറും. ഇവരല്ലാതെ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിലും ഒക്കെയും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ത്? നിസ്കാരം ഉപേക്ഷിക്കവന്, നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ സ്ഥാനമില്ല. ഇനി പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് നിസ്കാരം ഉപേക്ഷിക്കുക എന്നത്. വളരെ തെറ്റാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. എന്നാൽ നിസ്കരിക്കും, പക്ഷേ അവനാൻ്റെ പണി കഴിഞ്ഞിട്ട്, അവനാൻ്റെ ഒഴിവ് കഴിഞ്ഞിട്ട്, നമ്മളെ ബാത്റൂമോറിലും മടിച്ചുവാറിലും ഒക്കെ കഴിഞ്ഞ് അവസാനം വെച്ചിട്ട് അവസാനത്തെ സമയത്ത് വെച്ചിട്ട് കിട്ടി ചിലപ്പോൾ പോകും. ഒരു റക്കാത്ത് ചിലപ്പോൾ 100 കിട്ടും, ബാക്കി അസറിലൊക്കെ ഉണ്ടാകും. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. നിസ്കരിക്കൊക്കെ ചെയ്യും, നമ്മളെല്ലാം കഴിഞ്ഞ് അവസാനത്തെ സമയം, ആ സമയത്താണ് നിസ്കരിച്ചാൽ. നിസ്കരിക്കുമ്പോൾ 100 വാങ്ങി കൊടുത്ത അസർ വരെ സമയത്ത് എപ്പോൾ ആണെങ്കിലും നിസ്കരിച്ചാലും അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ പരിശുദ്ധ ഖുർആൻ എപ്പോഴും ഒരാഴ്ചയിൽ 2 തവണയെങ്കിലും നമ്മൾ കേൾക്കാറുണ്ടോ? ഞായറാഴ്ച ഇന്നത്തെ മഗ്‌രിബിന് ഉസ്താദ് ഓതിയ സൂറത്താണ്, ബുധനാഴ്ച മഗ്‌രിബിന് ഉസ്താദ് ഓതുന്ന സൂറത്താണ്. നിങ്ങൾ ശ്രദ്ധിക്കാൻ, നിസ്കാരത്തിന് മഗ്‌രിബിനും അത് പ്രത്യേകം പുണ്യമുള്ള സൂറത്താണല്ലോ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. അത് കഴിഞ്ഞ അടുത്ത ആയത്ത് ഫവൈലുൽ ലിൽ മുസല്ലീൻ. അതിനർത്ഥം ഫവൈലുൻ, സർവനാശവും, ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്ന ആൾക്കാർ. നിസ്കരിക്കാത്ത വർത്താനോടല്ല, നിസ്കരിക്കുന്നവനാണ് എല്ലാ നാശവും ഉള്ളത്. എങ്ങനെയുള്ള നിസ്കാരമാണ്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സഹൂൻ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത, നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഗൗരവമില്ലാത്ത,
തോന്നുമ്പോ നിസ്കരിക്കുന്ന, സമയത്തെ വിട്ടുകൊണ്ടും പിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ ചുരുക്കി പറഞ്ഞ നിസ്കാരം ഖളാഅാക്കുന്ന, ജോലിന്റെ പേര് പറഞ്ഞ്, കല്യാണത്തിന്റെ പേര് പറഞ്ഞ്, സംരംഭങ്ങളെ പേര് പറഞ്ഞ്, യാത്രയുടെ പേര് പറഞ്ഞ്, ആഘോഷങ്ങളുടെ പേര് പറഞ്ഞ് നിസ്കാരം ഖളാഅാക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിസ്കാരം ഖളാഅ് ആക്കുന്നവർക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ്. നിസ്കരിക്കും, സമയത്ത് വിട്ടുകൊണ്ടും ഖളാഅായി നിസ്കരിക്കുന്ന ആളുകൾക്കുള്ള പ്രയാസത്തെക്കുറിച്ചാണ്. ഇത് വെറും ഇന്നത്തെ ക്ലാസ്സിൽ വന്ന് വെറും ശിക്ഷയെക്കുറിച്ചാണ് കേൾക്കുക. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെയൊക്കെ കൂലിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ടത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കുറ്റുബുദ്ധിയുള്ള ആളുകളല്ലേ. ഇങ്ങനൊക്കെ ശിക്ഷ കിട്ടണ മത ഇസ്ലാം, ഞാൻ ഇസ്ലാമിക്കില്ല പരിപാടി കഴിഞ്ഞല്ലോ. ഇതിൻ്റെയൊക്കെ മഹത്വപ്പുറത്തുണ്ട്. ഒരു മതത്തെ നമ്മൾ അംഗീകരിക്കുമ്പോൾ ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ അവിടെയുള്ള ജനങ്ങൾ ക്രൂരന്മാരായിരുന്നു, മർദ്ദിതരായിരുന്നു, കയ്യേക്കുള്ളവൻ കാര്യക്കാരായിരുന്നു, പൈസ ഉള്ളവൻ പൈസ ഇല്ലാത്തവൻ അതിക്രമിക്കുന്നവരായിരുന്നു. ജനിച്ചത് പെൺകുഞ്ഞാണ്, ജീവനോടെ കുഴിച്ചു മൂടുന്നതാണ്, അപമാന ഭാരത്ത് അഞ്ഞിന് വളർത്തിനെ കെട്ടിച്ചു കൊണ്ടല്ലോ എന്ന ചിന്തയുള്ള ആളുകളായിരുന്നു. ആ ഒരു ജനസമൂഹത്തിലേക്കാണ് ഇസ്ലാമിൻ്റെ മാധുര്യം പകർന്നു കൊടുത്തത്. അവിടേക്കാണ് ഇസ്ലാമിൻ്റെ മഹത്വത്തെ പഠിപ്പിച്ചു കൊടുത്തത്. അവിടേക്കാണ് അള്ളാഹു എന്ന ഏക ഇലാഹിനെ പരിചയപ്പെടുത്തി കൊടുത്തത്. അഹ്ലു കിതാബുകാരിലേക്കാണ്, അവരിലേക്കാണ് അള്ളാഹിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത്, അള്ളാഹുവിന് സംവിധാനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്, അള്ളാഹുവിന്റെ മഹത്വത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുത്തത്. അവരിലേക്കാണ് ആദ്യമായിട്ട് നിർബന്ധമാകുന്നത്, നിസ്കാരം നിർബന്ധമാകുന്നത്. അവരത് അംഗീകരിച്ചു. എന്തുകൊണ്ടോ? ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുവാനും നിബിതങ്ങളെ കുറിച്ചറിയുവാനും അവർ പരിശ്രമിച്ചു. ഏക ഇലാഹിൽ അവർ അടിയുറച്ച വിശ്വാസമുണ്ടായി. അവരിലേക്കാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത്. ആ ഖുർആൻ ഇനി ഇവിടെ അങ്ങോട്ട് ഏതെല്ലാം മനുഷ്യർ ജനിക്കാനുണ്ടോ അവർക്കൊക്കെയും ബാധകമാണ്. ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഗ്രന്ഥം അത് പരിശുദ്ധ ഖുർആൻ മാത്രമാണ്. ആ പരിശുദ്ധ ഖുർആനാണ് നമ്മളോട് പറയുന്നത്, വൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്കാണ് സർവനാശം. എങ്ങനെയുള്ള നിസ്കാരമാണ്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല, തോന്നുമ്പോൾ നിസ്കാരമാണ്. മഹാരഥന്മാരായ ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഹും അവർ, ആര്? ഈ നാശകാരികളായ മുസല്ലിങ്ങളുണ്ടല്ലോ, അല്ലദീന അവർ ഒരുത്തരാണ്. എന്താ അവരുടെ പ്രത്യേകത? യുഅഖിറൂന അവർ പിന്തിപ്പിക്കുന്നവരാണ്, അസ്വലാത്ത നിസ്കാരത്തെ, അൻ വഖ്തിഹാ ആ നിസ്കാരത്തിന്റെ സമയവും വിട്ടോ ആ നിസ്കാരം പിന്തിപ്പിക്കുന്ന വിഭാഗമാണവർ. അവർക്കാണ് നാശമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പിന്നെയോ വൈലി എന്നതിന് മഹാന്മാർ അവിടെ രേഖപ്പെടുത്തുന്നു, അത് ശിദ്ദത്തുൽ അദാബ്, കഠിനമായ ശിക്ഷയുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് വൈൽ എന്നുള്ളത്. മറ്റൊരു വക്കീല രേഖപ്പെടുത്തിയതായിട്ട് കാണാം, വൈലി എന്ന് പറയുന്നത് വാദിനൊരു താഴ്വരയാണ്, ഫീ ജഹന്നമ, നരകത്തിലുള്ള ഒരു താഴ്വരയാണ് ഈ വൈൽ എന്ന് പറയുന്നത്. വൈലുൽ മുസല്ലി, നിസ്കരിക്കുന്നവർക്കാണ് വൈലി എന്ന് പറഞ്ഞല്ലോ. ഈ വൈലി എന്ന് പറയുന്ന നരകത്തിലെ ഒരു താഴ്വരയാണ്, നരകത്തിലെ ഒരു പ്രദേശമാണ്. എന്താ അതിന്റെ പ്രത്യേകത? ലൗ സുയ്യിറത്തിൽ വസുയ്യിറത് ബിഹിൽ ജിബാൽ ദുനിയാ ലദാബത് മിൻ ശിദ്ദത്തിൽ ഹിറതിഹി. ഈ ദുനിയാവിലുള്ള മുഴുവൻ ജിബാൽ, മുഴുവൻ പർവ്വതങ്ങളും അതിലേക്ക് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ലദാബത് മിൻ ശിദ്ദത്തി ഹർരിഹി, അതിന്റെ ചൂട് കാരണം, അതിന്റെ അഗ്നിയുടെ ആ ഒരു ശക്തി കാരണം മുഴുവൻ പർവ്വതങ്ങളും തകർന്ന് തരിപ്പളമായി പോകും. അങ്ങനെയുള്ള ഒരു താഴ്വരയാണ് വൈലി എന്നുള്ളത്. ആ വൈലി എന്നുള്ള നരകമാണ് നിസ്കാരം ഖളാഅാക്കുന്നവർക്ക് അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. വഹുവ, അവിടെ മസ്കനു താമസിക്കുന്നവരാരാണ്? മൻ യുഅഖിറിസ് സലാത അൻ വഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയവും വിട്ട് പിന്തിപ്പിക്കുന്നവരാണ്.
ആര്? നിസ്കാരം ഖളാ ആക്കിയിട്ട് അത് ഖളാ വീട്ടിയവർ, അവർക്കുള്ളതാണോ ഇല്ലെന്ന് നരകം. മഹാന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഒരു വക്ത് ഒരു ളുഹർ ഒരാൾ ഖളാ ആക്കി, ഒരു കാരണമില്ലാതെ. ഒരു പ്രയാസം നിസ്കരിക്കാമായിരുന്നു, പക്ഷെ നിസ്കരിച്ചില്ല, അങ്ങനെ ഖളാ ആയി. പിന്നെ അസർക്ക് പള്ളിയൊക്കെ വന്നപ്പോൾ അസർക്കെന്നാണ് നിസ്കരിച്ചത്. അങ്ങനെ ഒരു കാരണവുമില്ലാതെ, കാര്യകാരണങ്ങളില്ലാതെ നമ്മുടെ ജോലിയോ നമ്മുടെ മക്കളോ നമ്മുടെ സമ്പത്തോ നമ്മുടെ മറ്റുള്ള സൗകര്യങ്ങളോ ആഘോഷങ്ങളോ നമ്മുടെ യാത്രകളൊന്നും തന്നെ നിസ്കാരം ഒഴിവാക്കാനുള്ള കാരണങ്ങളല്ല കേട്ടോ. എനിക്ക് കാരണം ഉണ്ടായിരുന്നു, അവിടെ നിസ്കരിക്കുന്നത്. അങ്ങനെ കാരണമില്ലാതെ നിസ്കാരം ഖളാ ആക്കി കഴിഞ്ഞാൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നു, അവൻ നരകത്തിൽ ഒരു ഉഖബ, അവൻ നരകത്തിൽ കിടക്കണമെന്നാണ്. എന്താ ഒരു ഉഖബ എന്ന് പറഞ്ഞാൽ? എന്താ ഉഖബ? ഉഖബ എന്ന് പറഞ്ഞാല് ദുനിയാവിലെ ആഖിറത്തിലെ 80 വർഷമാണ് ഒരു ഉഖബ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഉഖബ ഈ പറയുന്ന വൈലി എന്ന നരകത്തിൽ അവൻ കിടക്കേണ്ടി വരുമെന്നാണ്. അപ്പൊ നമുക്ക് മുമ്പിൽ നമ്മളോട് ശ്രദ്ധിക്കണം. 80 ഉഖബ എന്ന് പറയുമ്പോൾ ആഖിറത്തിലെ 80 വർഷമാണ് ഒരു ഉഖബ എന്ന് പറയുന്നത്. ആഖിറത്തിലെ ഒരു ദിവസം ദുനിയാവിലെ 1000 വർഷം. നിൽക്കണം. ഒരു വർഷത്തില് ഹിജ്രി കലണ്ടർ പ്രകാരം 360 ദിവസം ഉണ്ടാവുക. 360 ഇൻറ്റു 1000 നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എത്രയായി? ഇൻറ്റു 80. ഇത്രയും വർഷക്കാലം നമ്മൾ നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് മഹാത്മാ പഠിപ്പിക്കുകയാണ്. ചിന്തിക്കേണ്ടതുണ്ട്, ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. 800 ഇത്രയും വർഷക്കാലം അവൻ നരകത്തിൽ കിടക്കണമെന്നാണ് മഹാത്മാ നമ്മൾ പഠിപ്പിക്കുന്നത്. ചിന്തിക്കുക. ഒരു നിസ്കാരം ഒഴിവാക്കുമ്പോൾ ഒരു ളുഹർ ഖളാ ആക്കിയിട്ട് അവൻ ആ ളുഹറിനെ അസ്ർ ഖളാ വീട്ടിയാൽ വൈരന്ന നരകത്തിൽ അവൻ കത്തി അമരേണ്ട വർഷങ്ങളാണ്. ഇതിലേക്ക് ലക്ഷം കൂട്ടണം. 10, 100, 1000, ലക്ഷം, 10 ലക്ഷം, കോടി. എത്ര? 10 കോടി. 22,80,00,000 വർഷം, അഥവാ 22 ദശലക്ഷം കാലം എന്താവണം? നരകത്തിൽ കിടക്കണമെന്നാണ്. തെറ്റിക്കണല്ലോ കണക്ക്. ഇത് തട്ടാണല്ലോ വരേണ്ടത്. കണക്കിൽ പണ്ടേ ഇരിക്കാണ്. ഏതായാലും 28 ലക്ഷം ദശലക്ഷം വർഷം അവൻ എന്താണ്? 80,000 ഇൻറ്റു 80 അങ്ങനെ 80 ഇൻറ്റു 1000 എത്രയായി? 80,000. 80,000 ഇൻറ്റു 360 കുട്ടികൾ മതി. അത് 150 കുട്ടികൾ മതി. ഹിജ്രി പ്രകാരം ചില വർഷം 350 ഉണ്ടാകും, ചില വർഷം 355 ദിവസം ഉണ്ടാകും. അത് മാസങ്ങളുടെ വ്യത്യാസം ഉണ്ടാകും. ഇത്രയും വർഷക്കാലം എന്ത് ചെയ്യണം? അവൻ നരകത്തിൽ കിടക്കേണ്ടി വരുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. സ്വലഹുസ്വാലിഹീങ്ങളായ പണ്ഡിതന്മാർക്ക് നമ്മൾ പഠിപ്പിക്കുകയാണ്. 68, 48 അല്ലേ? 300, വീണ്ടും 0, വീണ്ടും 0, വീണ്ടും 0, 6, 18. ഇത്രയും വർഷക്കാലം നരകത്തിൽ നമ്മൾ കണ്ടു കണക്ക് 188. നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. 28 ദശലക്ഷം വർഷം നരകത്തിൽ കിടക്കേണ്ടവരാണ് ആര്? ഒരൊറ്റ വക്ത്. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്, കരീമാണ്. ഇതൊക്കെ ശരി തന്നെയാണ്. നീതിയുക്തമായ ശിക്ഷയാണത്. അള്ളാഹു രക്ഷിക്കല്ലാതെ അള്ളാഹു പുറത്തല്ല, വേറെ രക്ഷയൊന്നുമില്ല. എൻ്റെ പ്രിയമുള്ള മുമ്പിനെ അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കിയൊരു കളി നമ്മൾ ഉണ്ടാകുന്നത്, അത് നമുക്ക് രക്ഷയില്ല. ഈ കണക്ക് തെറ്റിക്കണ കൂട്ടി പോരുന്ന കുട്ടി പോയിക്കൊണ്ടോ.
80,360 കുട്ടി വെക്കുക. അത്രയും വർഷക്കാലം എവിടെ കിടക്കണം? ആര് നിസ്കരിച്ചാത്തവനാണോ? പിടിച്ചു പറിച്ചവനാണോ? ആണോ? വ്യഭിചരിച്ചവനാണോ? കളവ് നടത്തിയവനാണോ? അക്രമം ചെയ്തവനാണോ? കൊലപാതകം ചെയ്തവനാണോ? പിന്നെ ആരാ? ഒരു വക്ത് നിസ്കാരം കളാ ആയി, അത് കളാ വിട്ടിയവൻ. ആഘോഷങ്ങളുടെ പേര് പറഞ്ഞ്, കല്യാണത്തിന്റെ പേര് പറഞ്ഞ് മറ്റുമൊക്കെ നമുക്ക് പലപ്പോഴും നിസ്കാരം നഷ്ടപ്പെടാറില്ലേ? അത് നമ്മൾ കളാ വീട്ടലില്ലേ? നിസ്കാരം കളാ ആക്കാൻ 3 കാരണമുള്ളൂ. അതിലൊന്ന്, നിസ്കാരത്തിന്റെ സമയം പ്രവേശിച്ചവൻ അറിഞ്ഞില്ല, അവൻ മറന്നുപോയി. രണ്ടാമതോ, ഉറക്കത്തിൽ പെട്ടുപോയി അല്ലേ? അല്ലെങ്കിൽ മൂന്നാമത് ജംഉം കസ്ർ, യാത്ര ജംഉം കസ്റാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? പിന്തി ജമ്മാക്കി. ഇതാണ് 3 ഉപാധി എന്നുള്ളത്. മറ്റൊന്നും ഉപാധിയില്ല. മഴയായാലും വെയിലായാലും എന്ത് പ്രയാസമായാലും നിസ്കാരം എന്താണ്? മസ്റ്റായിരിക്കണം. വെള്ളം ഉണ്ടെങ്കിൽ ഉളൂർത്ത് നിസ്കരിക്കണം. വെള്ളം ഇല്ലെങ്കിലോ തയമ്മം നിസ്കരിക്കണം. ഈ വെള്ളം തയമ്മം നിന്നിട്ട് ആകാശത്തുള്ളത് എങ്ങനെയാണ് സൗകര്യപ്പെടുന്നത് അങ്ങനെ നിസ്കരിക്കണം. നിസ്കാരം ഒഴിവാക്കണം, യാതൊരു ഉപാധിയില്ല. അങ്ങനെ ഒഴിവാക്കിയാൽ ചിന്തിക്കണം, ഒരൊറ്റ വക്തിന് അനുഭവിക്കേണ്ടതാണ്. നമ്മളെ മനുഷ്യായുസ് ആകെയേറി വന്നാൽ ബോധത്തോടുകൂടി വകതിരിവോടുകൂടി ഈ ദുനിയാവിൽ 80 വർഷം ഒരു മനുഷ്യൻ ജീവിക്കുക. ഇനി 100 വർഷം ജീവിച്ചാൽ അതിനപ്പുറത്തേക്ക് ജീവിക്കുക അപൂർവ ദീർഘായുസാണ്. അള്ളാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസും തരട്ടെ. കൂട്ടത്തിൽ ഒരു ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും നിസ്കാര ഉപേക്ഷ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കട്ടെ. നോക്കൂ, നിങ്ങൾ മഹാനായ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ ജമഅ ബൈന സ്വലാത്തൈനി, ഒരാൾക്ക് 2 നിസ്കാരങ്ങൾ ഒരുമിച്ച് വരുന്ന ഒരു സമയം വന്നു. ളുഹർ നിസ്കരിച്ചിട്ടില്ല, ആ ളുഹറിന് അസറിന്റെ വക്കത്തേക്കെത്തി. അങ്ങനെ 2 നിസ്കാരങ്ങൾ ഒരുമിച്ച് കൂടുന്ന ആ ഒരു സമയത്തും ഒരാൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഫഖദ് അതാ ബാബൻ മിൻ കബ്വാബിൽ കബായിരി, വലിയൊരു തിന്മയുടെ വാതിലാണ് അവിടെ തുറന്നെടുക്കുന്നത്. അങ്ങനെ എപ്പോഴും പിന്തിച്ച് നിസ്കരിക്കുന്ന ആൾക്ക് ഒരുപാട് തെറ്റിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ അവ്വലത് നിസ്കരിച്ചാലോ എല്ലാ തെറ്റുകുറ്റങ്ങളും രക്ഷയുമായിരിക്കും. മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, സലാസത്തുൻ, 3 കാര്യങ്ങൾ ലാ യഖ്ബലുല്ലാഹ്, അല്ലാഹു സ്വീകരിക്കൂല, മിൻഹും, അവരിൽ നിന്ന്. ഈ 3 കാര്യങ്ങൾ ആരെങ്കിലും ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് അല്ലാഹു നിസ്കാരം സ്വീകരിക്കൂല. ഇതാണ് 3 കാര്യങ്ങൾ. ഒന്ന്, അർറജുലു, ഒരു വ്യക്തിയാണ്, യുഉമ്മു, അവൻ ഇമാം നിൽക്കുന്ന ഒരാളാണ്, വഹും യുഉമ്മു ഖൗമും വലഹും ലഹു കാരിഹൂൻ, മൗമിയക്കൊന്നും അയാൾ ഇമാമത്തിന് ഇഷ്ടല്ല. അങ്ങനെ മൗമീങ്ങൾ വെറുക്കുന്ന ഒരു ഇമാം, ആ ഇമാമിന്റെ നിസ്കാരം ഉണ്ടാവില്ല, അല്ലാഹു സ്വീകരിക്കൂല. പിന്നെയോ രണ്ടാമതൊരു വ്യക്തിയോ ലാ യഅതി സ്വലാ, ഒരു നിസ്കാരത്തിന്റെ സമയം ഇല്ലാതെയാറാ, അത് പിന്തിച്ചുകൊണ്ട് നിസ്കരിക്കുകയാണ്. സമയമെത്തിയിട്ടും പിറകിലെത്തുന്നത് വരെ, മറ്റൊരു നിസ്കാരത്തിലേക്ക് എത്തുന്നത് വരെ നിസ്കാരം പിന്തിക്കുന്നവന്റെ നിസ്കാരം, അതുക്കും അല്ലാഹുക്ക് ആവശ്യമില്ല, കാരണമല്ലാതെ. മൂന്നാമത് വറജുലും യഅതബദ മുഹററൻ, സ്വതന്ത്രനായ ഒരു വ്യക്തിയെ അടിമയെപ്പോലെ പണിയെടുപ്പിക്കുക. ആൾ സ്വതന്ത്രനാണ്, അവരെന്ത് ചെയ്യുക? അടിമയായിട്ട് കാണുക. ഈ 3 പേരുടെയും നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. നോക്കൂ, നിങ്ങൾ ഹബീബായ മുത്തനബി പഠിപ്പിക്കുകയാണ്, ഇദാ സ്വല്ലാ അബ്ദുസ്സലാ, ഇദാ സ്വല്ലാ, നിസ്കരിച്ചാൽ അബ്ദുൽ അടിമ നിസ്കരിച്ചു, ഫി അവ്വൽ വക്തി, അവ്വൽ നിസ്കാരത്തിന്റെ അവ്വൽ വക്തി ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ സഅദത് ഇലസ്സമാ, ആ നിസ്കാരം ആകാശത്തിലേക്ക് ഉയർത്തപ്പെടും. വലഹാനൂറുൻ, പ്രഭയോടുകൂടി ഉയർത്തപ്പെടുന്നതാണ്. ഹത്താ, എത്രത്തോളം എന്നറിയുമോ? തന്തഹീലൽ അർശി, അത് അർശിലേക്ക് എത്തിയാൽ, അർശിന്റെ അടുത്തെത്തിയാൽ അത് ദുആ ചെയ്യും. ഖിയാമത്ത് വരെ ആ നിസ്കരിച്ച വ്യക്തിക്ക് വേണ്ടി അത് പാപമോചനം തേടിക്കൊണ്ടേയിരിക്കും.
വതഖൂലു ലഹു, ആ നിസ്കാരം പറയും, ഹഫിളകല്ലാഹ്, അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകട്ടെ, കമാ ഹഫിൾതനീ, നിസ്കാരത്തിന് അവ്വല് നീ സംരക്ഷിച്ചതുപോലെ അല്ലാഹു നിന്നെയും സംരക്ഷിക്കട്ടെ എന്ന് ദുആ ചെയ്യും. എന്നാലോ വൈദാ സ്വല്ലാ അബ്ദുൻ, ഒരടിമ നിസ്കരിച്ചു, എങ്ങനെ? ഫീ ഗൈരി വക്തിഹാ, സമയത്തെ വിട്ട് ഖളാ ആയിട്ടാണ് നിസ്കരിച്ചതെങ്കിൽ അവന്റെ കടമ അവിടെ തീരും, അല്ലേ? കടമ തീരും. പക്ഷേ സ്വഇദ സമായി, അത് ആകാശത്തിലേക്ക് ഉയരും. എങ്ങനെയാണ് ഉയരുക? അത് ആകാശത്തിലേക്ക് ഉയരും. അലൈഹാ മദ്ലിമത്തുൻ, ഒരു ഇരുട്ടോട് കൂടിയിട്ടായിരിക്കും, ഇരുണ്ട നിലയിലായിരിക്കും. വൈദന്താദിരസമായി, അത് ആകാശത്തിലേക്ക് ചേരുമ്പോ തുലഫു, അതിന് ചുരുട്ടപ്പെടും. കമാ യുലഫു സൗബുൽ ഖലിഖു, പഴയ വസ്ത്രം പഴം തുണി ചുരുട്ടുന്നത് പോലെ ചുരുട്ടിയിട്ടോ എന്ത് ചെയ്യുന്നു? അതിന്റെ സ്വാഹിബിന്റെ മുഖത്തേക്കെറിയും. ആ നിസ്കാരമുണ്ടല്ലോ, അവനോട് പറയും, അള്ളാഹുവിനോട് പറയും, അവൻ ആ നിസ്കാരം ദുആ ചെയ്യും, അള്ളാഹു അതിന് നഷ്ടപ്പെടുത്തട്ടെ, കമാ ലയ്യഅ്തനി, നീ എന്നെ നഷ്ടപ്പെടുത്തിയ പോലെ അള്ളാഹു നിനക്കും നഷ്ടം തരട്ടെ എന്ന് ആ നിസ്കാരം പറയുമെന്ന് രേഖപ്പെടുത്തുകയാണ് മഹാരഥന്മാർ. മാത്രമല്ല മഹാനായ അബൂ ശൈഖ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ഫദ്ലുൽ വക്തി, ആദ്യത്തെ വക്തിന്റെ അവ്വൽ നിസ്കാരം അലൽ ആഖിരി, അവസാനത്തിനേക്കാൾ പവിത്രമാണ്. കഫദ്ലിൽ ആഖിറതി അല ദുനിയാ, ദുനിയാവിനേക്കാൾ പവിത്രതയാണല്ലോ ആഖിറത്തിനുള്ളത്. അതുപോലെയാണ് സമയത്തിന്റെ ആദ്യത്തിൽ നിസ്കരിക്കുന്നത് അവയത്തിന്റെ അവസാനം നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാൻ. അൽ വക്തുൽ അവ്വലു, അവ്വൽ വക്ത് നിസ്കരിക്കുക എന്നുള്ളത് റിദ്വാനുല്ലാഹ്, അത് അല്ലാഹുവിന്റെ തൃപ്തിയുടെ കവാടമാണ്. വൽ വക്തുൽ ആഖിറു, അവസാന വക്തുള്ള നിസ്കാരം അഫൂല്ലാഹ്, അല്ലാഹുവിന്റെ മാപ്പിനെ പ്രകടമാക്കുന്നതാണ്. അഹബ്ബുൽ അഅമാലി, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമലുകളിൽ, നാം ചെയ്യുന്ന അമലുകളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തഅജീലു സ്വലാത്തി ലിഅവ്വലി വഖ്തിഹാ, സമയത്തിന്റെ തുടക്കത്തിൽ നിസ്കാരം തുടരലാണ്, നിസ്കരിക്കലാണ് ഏറ്റവും അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമെന്ന് ഹബീബായ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അധ്യാപനങ്ങളിൽ നിന്നും മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇനി ബുഖാരി, സുഹരി ഇമാം ബുഖാരി ഹദീസ് കാണാം, ദഖൽതു അലാ അനസ്, അനസ് റളിയല്ലാഹു സുഹരി ഇമാം പറയാണ്, ഞാൻ അനസ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് പോയി പ്രവേശിച്ചു. എവിടേക്ക്? ദമഷ്ക് എന്ന സ്ഥലത്ത് ഞാൻ അനസ് റളിയല്ലാഹു അൻഹു അടുത്ത് എത്തിയപ്പോ വഹുവ യബ്കി, അനസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയുകയാണ്, നിസ്കാരപ്പായിരുന്ന് കൊണ്ട് കരയുന്നത് കാണുകയാണ്. കൊൽത്തു, ചോദിച്ചു മഹാനായ സുഹരി ഇമാമ അമ്മ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, മായുബ്കിക, എന്തിനാണ് അനസ് തങ്ങളെ അങ്ങ് കരയുന്നത്? ആ സമയത്ത് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്താ പറയുന്നത്? ലാ അഅരിഫു ശൈഅൻ മിമ്മാ അദ്റഖതു ഇല്ലാ ഹാദിഹി സ്വലാ, ലാ അഅരിഫു, ഞാൻ അറിഞ്ഞിട്ടില്ല, ശൈഅൻ, ഒരു കാര്യത്തെയും, മിമ്മാ അദ്റഖതു ഇല്ലാ ഹാദിഹി സ്വലാ, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളിൽ നിസ്കാരമല്ലാത്ത മറ്റൊരു കാര്യത്തെയും ഞാൻ അറിഞ്ഞിട്ടില്ല. വഹാദിഹി സ്വലാത്ത്, ഇങ്ങനെയുള്ള നിസ്കാരത്തെയാണ് ഖദഉയ്യാത്ത്, ഞാൻ നഷ്ടപ്പെടുത്തിയത്. അനസ് റളിയല്ലാഹു അൻഹു നിസ്കാരം ഖദാക്കിയിട്ടില്ല, മറിച്ചോ കർമാൻ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, വൽ മുറാബിതദഈഹ, ഇവിടെ നഷ്ടപ്പെടുത്തിയതിനുള്ള ഉദ്ദേശം എന്താണ്? മുസ്തഹബ്, സുന്നത്താക്കപ്പെട്ട അവ്വൽ വക്ത് നിസ്കരിക്കാൻ അനസ് റളിയല്ലാഹു അൻഹു സാധിച്ചില്ല. ആ അവ്വൽ വക്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് അനസ് റളിയല്ലാഹു അൻഹു കരയുന്നത്. ലഅന്നഹും അഖറുഹാ അൻ വക്തി കുല്ലിഹാ ബികുല്ലിയാ, ആ സമയം മുഴുവനും വിട്ടുകടന്നു എന്നല്ല, മറിച്ചോ ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. നിസ്കാരം, ഒരു നിസ്കാരത്തിന്റെ സമയമുണ്ടല്ലോ, ആ സമയത്തിന്റെ പകുതി എടുത്തിട്ട് ആ പകുതിക്കുള്ളിലെങ്കിലും നിസ്കരിക്കണം. അതിനാണ് ശ്രേഷ്ഠത കൂടുതലുള്ളത്.
ഇനിയോ നമുക്ക് എന്ത് വേണം? നിസ്കാരത്തിന്റെ പവിത്രത കിട്ടണം, അവ്വൽ വക്ത് തന്നെ കിട്ടണം. അത് നമ്മുടെ പള്ളിയിലൊക്കെ നമുക്കറിയാം, ബാങ്ക് കൊടുത്ത് 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിസ്കാരം തുടങ്ങുക. എന്താണ് ഇതിന്റെ അർത്ഥം? എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിസ്കാര ബാങ്ക് കൊടുത്ത് അവന് ശുചീകരണം നടത്തി, അവന് വസ്ത്രം ധരിച്ച്, അവന് വന്ന് അവനതാ ഓരോ നിസ്കാരത്തിന് മുമ്പും ശേഷമുള്ള റവാത്തുകൾ പതിവാക്കി ഇമാമിനെ പ്രവേശിക്കുന്ന സമയം, ഈ സമയം അനിവാര്യമാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കേണ്ടത്. അങ്ങനെ ആ വക്ത് നിസ്കരിക്കുമ്പോൾ അതിന് വല്ലാത്ത മഹത്തരമാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ എത്രയോ 10 മടങ്ങാണ് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ജമാഅത്തായി നമസ്കരിക്കാൻ നമ്മൾ സന്നദ്ധത കാണിക്കണം. 1 2മല്ല, 27 ദറജ, 27 ഇരട്ടിയാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്നതിൻ്റെ 27 ഇരട്ടിയാണ് നമുക്ക് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എന്തിനാണ് ഇത്ര വലിയ പുണ്യം നമുക്ക് നഷ്ടപ്പെടുത്തുന്നത്? അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയമുള്ള ഉമ്മമാരോട്, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, എൻ്റെ സ്വന്തം നഫ്സിനോട് ഉണർത്തുവാനുള്ളത്, കഴിവിൻ്റെ പരമാവധി ജമാഅത്തായി നമസ്കരിക്കാൻ സന്നദ്ധരാവണം. അത് തന്നെ പുരുഷന്മാർക്ക് മുഅക്കദായ സുന്നത്താണ് പള്ളിയിൽ ജമാഅത്ത് എന്നുള്ളത്. പുരുഷന്മാർ പള്ളിയിൽ വരുന്നവരായിരിക്കണം. എത്രത്തോളം എന്നറിയുമോ? നമ്മുടെ പള്ളി മഹല്ല് പള്ളിയാണ്. സ്ഥാനം ചെറുതാണെങ്കിലും മഹല്ല് ചെറുതാണെങ്കിലും ഇത് മഹല്ലാണല്ലോ. അതുകൊണ്ട് തന്നെ 40 ആൾ കേൾക്കുന്ന രീതിയിൽ ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഈ നാട്ടിൽ താമസിക്കുന്ന ജമാഅത്തിന് യോഗ്യരായ 2 ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇവിടെ ജമാഅത്ത് നടന്നിരിക്കണം. പലപ്പോഴും ദുഹറിനൊക്കെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, പലപ്പോഴും ദുഹറിനൊക്കെ ഒരാളൊക്കെ ഉണ്ടാവുക. നമ്മൾ അബ്ബാസാക്ക് എന്നും ഉണ്ടാകും, വേറെ ആയുധം ഉണ്ടാവില്ല. ഉസ്താദ് നാട്ടിൽ പോയ 2 ആൾ മാത്രം ഉണ്ടാകുക, അല്ലെങ്കിൽ സൗകര്യപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാകുമ്പോൾ നാട്ടിൽ താമസിക്കുന്ന 2 ആളുകൾ പങ്കെടുക്കുന്ന ജമാഅത്ത്, അല്ലെങ്കിൽ പരസ്യമായിട്ട് ബാങ്ക് ഒഴിവാക്കണം. പരസ്യമായിട്ട് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് 40 വീട്ടിൽ എന്തായാലും കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവിടെ ജമാഅത്ത് അടക്കം നിർബന്ധമാണ്, ഫർദ് കിഫയാണ്. 2 ആളെങ്കിലും വന്നുകൊണ്ട് ജമാഅത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഈ നാട്ടിലെ ഏതെല്ലാം വ്യക്തികൾ ജീവിക്കുന്നുണ്ടോ, എത്ര പുരുഷന്മാരുണ്ടവരൊക്കെയും കുറ്റക്കാരാകും. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നിസ്കാരം ചില്ലറക്കാര്യമല്ല. ഉസ്താദും മുക്രി ഇവിടുത്തെ ജോലിക്കാരാണ്, ഇവരെ പരിഗണിക്കൂല. നാട്ടിൽ താമസിക്കുന്നവരായിരിക്കണം. അല്ലാഹു ഹിദായത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. നോക്കൂ, മഹാനായ അഖീൽ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ കുൻതു അംശി മഅ റസൂലില്ലാഹ്, നബി തങ്ങളോടൊപ്പം നടക്കുകയാണ്. ഫൈദാ ജമലുൻ, ഒരു ഒട്ടകം, യഊദു, ചരിത്രമാണ്, ചരിത്രം പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞാനിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഒട്ടകമതാ നബി തങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. നബി തങ്ങളുടെ അടുത്ത് വന്നിട്ട്, യാ റസൂലല്ലാഹ് അൽ അമാന, എന്നെ രക്ഷിക്കണം. അപ്പോ തിരിഞ്ഞു നോക്കുമ്പോഴാണ് കാണുന്നത് അതിന്റെ പിന്നിലൂടെ അതാ ഊറിപ്പിളിച്ച വാളുമായിട്ട് ഒരു അഅറാബി വരികയാണ്. എന്നിട്ട് നബിയോട് പറഞ്ഞു, നബി അദ്ദേഹത്തോട് ചോദിച്ചു, മാദാ തുരീദു മിൻ ഹാദൽ മിസ്കീൻ, ഈ പാവപ്പെട്ട ഈ ഒട്ടകത്തെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോ അയാൾ പറഞ്ഞു, ഈ ഒട്ടകത്തെ ഞാൻ ധാരാളം പൈസ കൊടുത്തു വാങ്ങിയതാണ്, പക്ഷേ ഞാൻ പറഞ്ഞതൊന്നും ഈ ഒട്ടകം കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ അറുക്കാൻ അങ്ങ് ഉദ്ദേശിച്ചു. ഞാൻ അറുക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇന്ന് അതിന്റെ മാംസങ്ങൾ എനിക്ക് ഉപകരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ഒട്ടകത്തോട് ചോദിച്ചു, എന്താണോ ഒട്ടകമേ നിനക്ക് പറ്റിയത്? എന്താ നിന്റെ യജമാനൻ പറഞ്ഞു നീ കേൾക്കാത്തത്? ആ ഒട്ടകം അവിടെ നിന്ന് പറഞ്ഞു,
നബിയെ എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, എങ്കിലും ഞാൻ ചെയ്യാം. പക്ഷേ ഇവരുടെ ഗോത്രമുണ്ടല്ലോ, ഇവരൊക്കെയും ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നവരാണ്. അവർക്ക് വല്ല അദാബ് പടച്ചോൻ ഇറക്കിയാൽ ആ അദാബിൽ ഞാനും പെടൂല നബിയേ. അതുകൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. ഇവർ ഇവിടെ നിന്ന് എനിക്ക് വാക്ക് തന്നാൽ, ഇശാ നിസ്കരിക്കുമെന്ന് വാക്ക് തന്നാൽ ഞാൻ ഇവര് പറയുന്നതൊക്കെയും അനുസരിക്കാൻ തയ്യാറാണെന്ന് പറയുകയാണ്. അങ്ങനെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഒട്ടകത്തിന് വാക്ക് കൊടുക്കുന്നു, നിസ്കാരത്തിന് കാര്യം അന്വേഷിക്കുന്നു, നിസ്കാരത്തിന് ഗൗരവമായ സമുദായത്തെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ആ സമുദായം അതാ നിസ്കരിക്കാമെന്ന് വാക്ക് പറയുന്നു. ആ ഒട്ടകവുമായിട്ട് ഹബീബായ മുത്തുനബി ആ ഒട്ടകത്തെ അദ്ദേഹത്തിന് കൂടെ പറഞ്ഞേക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ചരിത്രം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നിസ്കരിക്കാതിരുന്നാൽ മറ്റുള്ള ജീവികൾ പോലും നമ്മളെ കാര്യത്തിൽ വേവലാതിയാകുമെന്നാണ് ഇതിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന മൃഗങ്ങളുണ്ടല്ലോ, കോഴിയുണ്ടാകും, ആടുണ്ടാകും, പോത്തുണ്ടാകും. പക്ഷെ ഇവർക്കൊക്കെ നമ്മൾ തീറ്റ കൊടുക്കുന്നുണ്ട്. ആ തീറ്റ കൊടുക്കുമ്പോൾ നമുക്ക് പുണ്യം കിട്ടണമെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്നവരാകണം. നമ്മൾ നിസ്കരിക്കാതെയാണ് അതിനെ പരിപാലിക്കുന്നതെങ്കിൽ അതിൻ്റെ പുണ്യം നമുക്ക് കിട്ടൂല. അത് നല്ല ഒരു നല്ല കാര്യത്തിൻ്റെയും പ്രതിഫലം നമുക്ക് കിട്ടൂല. കാരണം നമ്മുടെ മേൽ ഫർള് ഐനാണ് നിസ്കാരം എന്നുള്ളത്. അപ്പോൾ ഫർള് ഐനി എന്ന് നമ്മുടെ മേലുള്ള ബാധ്യതക്ക് നമ്മൾ അനിവാര്യമാണ്. അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് നന്മ ചെയ്തോ എനിക്ക് കുറച്ച് കൂടി തരുകയും ചെയ്യും. അള്ളാഹു നിസ്കാരം തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇവിടെ നിന്ന് കുറേ പോവാണ്. ചുരുക്കി പറഞ്ഞാൽ ഇനിയും 4 ഹദീസും കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ടതുണ്ട്, നിർത്തുകയാണ്. ഇതിൽ നോക്കിയപ്പോൾ പഠിക്കാൻ 4 കാര്യങ്ങളാണ് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1, നിസ്കാരം അവ്വൽ വക്ത് നിസ്കരിക്കണം. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ പാഠം. ഇനി അത് അവ്വൽ വക്ത് നിസ്കരിക്കാൻ നമുക്ക് അസൗകര്യമുണ്ടെങ്കിൽ അപ്പോൾ ഉടനെ നമ്മൾ നിയ്യത്ത് വെക്കണം. എന്ത്? നിസ്കാരത്തിൻ്റെ സമയം അവസാനിക്കും മുമ്പ് ഞാൻ നിസ്കരിക്കുമെന്ന് നിയ്യത്ത് വെക്കണം. ആ നിയ്യത്തില്ലെങ്കിൽ സപ്പോസ് എന്നാൽ നമ്മുടെ നിസ്കാരം കളായി പോയാൽ വൈലെന്ന നരകം നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കഴിവതും നേരത്തെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഉമ്മമാർ, പ്രത്യേകിച്ച് ഉമ്മമാരൊക്കെ ഇനി അടിച്ചോലും തുറക്കലും ബാത്റൂമെല്ലാം കഴിഞ്ഞ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേന് പലപ്പോഴും നമ്മുടെ വീടുകൾ കണ്ടുവരുന്ന ഒരു സാഹചര്യമാണ് അസർ ബാങ്ക് കൊടുത്തില്ല. ഒന്നാമത്തെ കാര്യം ചിലപ്പോൾ കിട്ടി, അല്ലെങ്കിൽ ഫുള്ളും പോകും എന്നൊരു സാഹചര്യം വരും. അപ്പോൾ കഴിവതും എന്താവണം, നമ്മുടെ ജോലി കൊടുത്ത് നേരത്തെ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് നിസ്കരിക്കാൻ ആവശ്യമുള്ളൂ. ഒന്ന് കുളിച്ച് ഫ്രഷായി പിന്നെ കുളിച്ചാലോ. ഇന്നത്തെ കാലത്ത് വെള്ളത്തിന് പ്രയാസമൊന്നുമില്ലല്ലോ. സമയമായ എന്ത് ചെയ്യുക, പിന്നെ അഴുക്കുണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കി ശുദ്ധിയോടുകൂടി നിസ്കരിക്കുക. നിസ്കാരം കഴിഞ്ഞ് വീണ്ടും അടുത്ത പണി എടുക്കുക. അപ്പോൾ ചിലപ്പോൾ പിന്നെ ചളിയാവും മേത്ത്. പിന്നെ തിരുമ്മാൻ പിന്നേക്കണം. ഇന്നത്തെ കാലത്ത് തിരുമ്മാൻ പോലും കുറവാണ്. കാരണം തിരുമ്പാനുള്ള 1/4 വാഷിംഗ് മെഷീനിലാണ് പോവുക. പിന്നെ 1-2 കുട്ടികളെ പിന്നെ തിരുമ്മിന് ആ പാത്തിയ പുറപ്പോ അല്ലെങ്കിൽ കണ്ണമുങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കല്ലുമ്പോൾ തിരുമ്പാൻ. ബാക്കിയൊക്കെ ഇപ്പം വാഷിംഗ് മെഷീനല്ലേ, വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ കഴിവതും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഉണ്ടാവരുത്. അവ്വൽ വക്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധരാവുക എന്നുള്ളതാണ്. ഇഖ്റാജു സലാത്തി അൻ വക്തി ബിലാ ഉദ്രിൻ. കാരണമില്ലാതെ നമ്മളെങ്ങാൻ നിസ്കാരം എത്തിച്ചു കഴിഞ്ഞാൽ വലിയൊരു മഹാപാതകത്തിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നതിന് ചിന്ത നമുക്ക് ഉണ്ടാകണം. മറ്റ് വസറഫു ജമീഇ ദമനിഹി ലിൽ ഖളാഇന് വേണ്ടി സമയം ചിലവഴിക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഏതെങ്കിലും മനുഷ്യന്മാരാണല്ലോ, എത്ര ശ്രമിച്ചാൽ ഇവ കഴിഞ്ഞോണമെന്നില്ല. അങ്ങനെ നിസ്കാരം ഖളാ ആയി കഴിഞ്ഞാൽ ഉടൻ എന്താവണം, അത് ഖളാവട്ടെ. അത് എടുത്തു വെക്കാൻ പാടില്ല. ഇനിയിപ്പോൾ ഏതായാലും ഖളായില്ലേ, സുബഹിക്ക് ഏതായാലും നീച്ചില്ല, ഇങ്ങനെ റൂഹ് നിസ്കരിച്ച മതി എപ്പോഴും നിസ്കരിച്ചാൽ എടുത്തു വെക്കരുത്. എപ്പോഴാണ് റൂഹ് പിടിക്കാൻ പറയാൻ കഴിയില്ല. അപ്പോൾ അത് ഫിഖ്ഹ് അങ്ങനെ തന്നെ നമ്മൾ പഠിപ്പിക്കുന്നത്. കാരണത്തോടു കൂടിയാണ് നിസ്കാരം ഖളാ ആയതെങ്കിൽ ഉടനെ ഖളാ വീട്ടൽ അത് സുന്നത്തും, കാരണമില്ലാതെയാണ് നിസ്കാരം ഖളാ ആയതെങ്കിൽ ഉടനെ ഖളാ വീട്ടൽ നിർബന്ധവുമാണ്. അങ്ങനെ നമ്മൾ മാസം പിടിച്ചിരുന്നു ഓർക്കുണ്ടോ? 4 ക്ലാസ് പിടിച്ചിട്ടുണ്ടോ? അപ്പോൾ കാരണമില്ലാതെ നമ്മൾ എങ്ങനെ നിസ്കാരം ഖളാ ആവാതിരിക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. ഇനി വല്ല കാരണവശാലും എന്തായി നിസ്കാരം ഖളാ ആയാൽ ഉടനെ എന്ത് ചെയ്യുക, നിസ്കാരത്തിലേക്ക് വേണ്ടി സമയം എത്രത്തോളം നല്ല മഹാന്മാർ പഠിപ്പിക്കുകയാണ്. മാ അദാ വഖ്തല്ലതി തഹ്താജു ലിസറഫി ഫീ തഹ്സീലി മാ അലൈഹി മിൻ മുഅനത്തി നഫ്സിഹി വഇയാലിഹി. ഒരാൾ ചീത്ത കൂട്ടുകെട്ട് വിട്ടു, ഒരാൾ ചീത്ത കൂട്ടുകെട്ട് വിട്ടു. അങ്ങനെ എന്താ, അയാൾ ഒരുപാട് നിസ്കാരങ്ങൾ ഒഴിവായി.
നിസ്കാരം ഒഴിവായി 2-3 കൊല്ലം അങ്ങനെ എന്തായി, നിസ്കാരമല്ല ഒന്നുമില്ലതായുമില്ല, അങ്ങനെ ഇയാൾ പോയി. പിന്നെ അയാൾക്ക് മനസ്സാന്തരം വന്നു അല്ലേ, ഈ പോക്ക് പോയാൽ ശരിയാവില്ല. അള്ളാഹുവിൻ്റെ വെളിയാളം അദ്ദേഹം കേട്ടു. അങ്ങനെ ആൾ നിസ്കാരം തുടങ്ങി, വീണ്ടും വന്നു, ഇസ്ലാം പള്ളിയുമായി ബന്ധപ്പെടാൻ തുടങ്ങി. അപ്പം അയാൾക്ക് പിന്നെ കുറേ സുന്നത്ത് അതിച്ചോ ഈ ഈ ദിവസത്തിൽ എത്ര നിസ്കാരമാണോ ചിലവായത്, ആ നിസ്കാര കണക്കൂട്ടി ഒരു ഏകദേശ കണക്കുണ്ടാക്കിയിട്ട് അവൻ്റെ കുടുംബത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി, അവൻ്റെ കുടുംബത്തിൻ്റെ ചെലവ് നോക്കണം, ഉത്തരവാദിത്വം എടുക്കണം, അവൻ്റെ വാപ്പാനെ നോക്കണം, ഉമ്മാനെ നോക്കണം, മക്കളെ നോക്കണം. ഈ ഒരു അതിനു വേണ്ടിയുള്ള അധ്വാനിക്കാനുള്ള സമയം കഴിച്ച് ബാക്കി ഓർക്ക് ഒഴിവ് കിട്ടുന്ന സമയം മുഴുവനും ഈ നഷ്ടപ്പെട്ട നിസ്കാരത്തിന് വേണ്ടി അവന് ചെലവഴിക്കണം എന്ന് നിർബന്ധം. അല്ലെങ്കിൽ അവൻ്റെ വാക്ക്, അവൻ്റെ സംസാരം, മറ്റുള്ള കർമ്മങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കൂല എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത്തെ മറ്റൊരു കാര്യം എന്ന സ്വലാത്ത തജിബു അവ്വൽ വഖ്തി മുജൂബൻ മുവസ്സിഅൻ ഫലഹു തഖിർ അവ്വൽ. അല്ലേ, ആദ്യ സമയം നിസ്കരിക്കലാണ് അനിവാര്യം. വിശാലമായ സമയത്ത് സമയം തീരും മുമ്പ് നിസ്കരിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്തിക്കുന്നത് കൊണ്ട് വിരോധമില്ല. നാട്ടിൽ പറഞ്ഞു അല്ലേ. ഇപ്പം എന്താണ് നിയ്യത്ത് വെക്കണം. എന്താണ്, നിസ്കാരത്തിൻ്റെ സമയം കഴിയും മുമ്പ് നിസ്കരിക്കാൻ വിശാലമായ സമയമുണ്ട്, നിസ്കരിക്കാൻ വിശാലമായ സമയമുണ്ട്. അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ സമയത്തിൻ്റെ തുടക്കത്തിൽ നിയ്യത്ത് വെക്കണമെന്ത്, സമയം തീരും മുമ്പ് ഞാൻ നിസ്കരിക്കണം എന്നുള്ളത്. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യമോ ഇന്നൽ ഫളീല അവ്വൽ വക്തി, നിസ്കാരം അവ്വൽ നിസ്കരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത. അത് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ എന്താണ് ബാങ്ക് കൊടുത്ത ഉടനെ വുദൂഇന് വേണ്ടി നിസ്കാരവുമായി ബന്ധപ്പെട്ട ജോലിയിൽ ഏർപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അതിനിടയ്ക്ക് അവൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ ഇതിൻ്റെ അവ്വൽ വക്ത് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആ സമയത്ത് തുടക്കം എന്താവണം, നിസ്കാരവുമായി ബന്ധപ്പെട്ട് വുദൂ എടുക്കാൻ വേണ്ടി തോർത്തെടുത്തിട്ട് എന്ത് ചെയ്യുക, ഹൗദങ്ങർക്ക് പോവുക. വയറിടക്ക് നീ വുദൂ എടുത്തതിന് ശേഷം ഒരു കോൾ വന്നാൽ ഫോൺ എടുക്കാം, സംസാരിക്കാം, നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ചുരുക്കത്തിൽ നമ്മളെ കൊണ്ട് കഴിവിൻ്റെ പരമാവധി പള്ളിയിൽ വരുവാനും ജമാഅത്തിൽ പങ്കെടുക്കുവാനും നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുവാനും നമ്മളൊക്കെ സന്നദ്ധരാകണം. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് ഖേദിക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മൾ റജബ് മാസം നിസ്കാരത്തിൻ്റെ വാർഷികം നടക്കുന്ന മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ സമയത്ത് നിസ്കാരം നിലനിർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി ഗ്രഹിക്കട്ടെ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അള്ളാഹുവിനെ മറക്കുന്ന ഹതഭാഗ്യന്മാർ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ നിർബന്ധമാക്കിയ സക്കാത്തും നിസ്കാരവും അതുപോലെ തന്നെ നോമ്പും സക്കാത്തും മറ്റുള്ള കർമ്മങ്ങളൊക്കെയും കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ എൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ നല്ല സംശയം എന്തെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് 3 സ്ഥലത്തിൽ ദുആ ചെയ്യാൻ കഴിയാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأهل بيته وصحبه وسلم. أرحم الراحمين يا مالك الملوك يا രാജനായ റഹ്മാനേ, അല്ലാഹു ഈ സദസ്സിനെ നീ കബൂൽ ചെയ്യണം. അല്ലാഹ് ഞങ്ങളോട് ഹദ്ദാദ് റാത്തീബിനെ നീ സ്വീകരിക്കണം. അല്ലാഹു ഞങ്ങൾ ഇവിടെ പറഞ്ഞതും കേട്ടതും പഠിച്ചതുമായ ഇൽമുകളെ നീ നാഫിയാക്കി തരണം. അല്ലാഹുവേ ഞങ്ങളുടെ ഇൽമിൽ, അല്ലാഹുവേ ഞങ്ങളുടെ വാക്കിൽ, ഞങ്ങളുടെ പ്രവൃത്തിയിൽ വല്ല അപാകതകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ഒരു സ്വാലിഹായ അമലായി ഞങ്ങൾ കബൂൽ ചെയ്യണം. ഇതിൻ്റെ മിഥില സവാബ് ഞങ്ങളിൽ നിന്ന് ആരെല്ലാം
ആരെല്ലാം മറഞ്ഞു പോയിട്ടുണ്ടോ റഹ്മാനെ, കൂട്ടുകുടുംബാദി അയൽവാസികൾ സ്നേഹിതന്മാർ ഭക്ഷണം നൽകിയോ താങ്ങുന്നവരുമായി നിന്നുള്ള സ്നേഹിതന്മാർ സഹപാഠികൾ സുഹൃത്തുക്കൾ അയൽപക്ക ബന്ധങ്ങളിലുള്ളവർ അല്ലാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയുണ്ടോ അവിടേക്ക് ഖബറിലേക്ക് നീ എത്തിക്കണമല്ലോ. വിശിഷ്യ ഞങ്ങൾ ഖബർസ്ഥാനത്തെ വിഷയം കൊള്ളുന്ന സത്യവിശ്വാസ ഖബറിലേക്ക് എത്തിക്കണമല്ലോ. അവരുടെ ഖബറിൽ നിന്ന് കണ്ടെത്താ ദൂരത്തോളം വിശാല നൽകണമല്ലോ. റഹ്മാനെ അവരെ ഞങ്ങളെ ഹബീബായ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സുഖത്തിലൊത്തൊരുമിച്ച് കൂട്ടണമല്ലോ. റഹ്മാനെ ഹബീബിന്റെ തിരുവരങ്ങുന്ന ഹൗദുൽ കൗസർ വാങ്ങിക്കൊടുക്കാനുള്ള തൗഫീഖ് അവർക്കും ഞങ്ങൾക്കും നീ നൽകണമല്ലോ. ജീവിക്കുന്ന കാലത്ത് നിന്റെ ത്വഅത്തിൽ നിന്റെ തൃപ്തിയിലായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, 5 നിസ്കാരം അവ്വലോ നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. ഏത് പ്രതിസന്ധി ഘട്ടം ഞങ്ങളെ നിർബന്ധമാക്കപ്പെട്ടതായ അമലുകൾ കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹുവേ, മരണമാസന്നമാകുന്ന സമയത്ത് പരിപൂർണ്ണ ഈ മാസലാമത്തായി കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. അല്ലാഹു, ഞങ്ങൾ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണമല്ലോ. ഖൈറിന്റെ കവാട ഞങ്ങൾക്ക് നീ തുറന്നു നൽകണമല്ലോ. ശർറിന്റെ കവാടങ്ങൾ നീ കൊട്ടിയടക്കണമല്ലോ. പ്രത്യേകിച്ച് പവിത്രമാക്കപ്പെട്ട രാത്രികളിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു, ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണമല്ലോ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم وفقنا به للصيام والقيام وتلاوة القرآن وسائر الخيرات كلها أجمعين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا ولوالدينا ولمن ماتوا منا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. سلام جميع الأنبياء والرسل الحمد لله رب العالمين. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നിസ്കാരത്തിൻ്റെ കോട്ടവും ശിക്ഷയും ഒക്കെ എന്ന് പറഞ്ഞ് ഇനി എങ്ങനെ നിസ്കരിക്കണം, ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഓരോ അമലും ശ്രദ്ധിക്കേണ്ട ഓരോ ഫർദിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു